ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 8-ാം ദിവസമായ ഇന്ന് ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് 14-15 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. 15-ാം വാക്യം ഇപ്രകാരമാകുന്നു: യഹോവ മോശെയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? ഇസ്രായേൽ മക്കളോട് മുൻപോട്ട് പോകാൻ പറക. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരു വഴിയുമില്ലാത്ത, ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോകാറുണ്ട്. മുന്നിൽ വലിയ പ്രതിസന്ധി, പിന്നിൽ ശത്രു, ഇടത്തും വലത്തും ഒരു രക്ഷാമാർഗവുമില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങൾ. അത്തരമൊരു നിമിഷത്തിലാണ് ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ തീരത്ത് നിന്നത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നു. എന്നാൽ ഫറവോൻ മനസ്സു മാറ്റി തൻ്റെ സൈന്യവുമായി അവരെ പിന്തുടർന്നു. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഈജിപ്ഷ്യൻ സൈന്യം. ഇസ്രായേൽ ജനം കടുത്ത ഭയത്തിലും നിരാശയിലും അകപ്പെട്ടു. അവർ മോശയോട് പിറുപിറുത്തു: ഈജിപ്തിൽ ഞങ്ങൾക്ക് കുഴിമാടം ഇല്ലാഞ്ഞിട്ടാണോ മരുഭൂമിയിൽ മരിക്കാൻ ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന ഭയം അവരെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മറക്കാനിടയാക്കി. ഈ സാഹചര്യത്തിലാണ് ദൈവം മോശയോട് പറയുന്നത്, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? ജനത്തോട് മുന്നോട്ടു പോകുവാൻ പറക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ്. ചിലപ്പോൾ പ്രാർത്ഥനയുടെ സമയമല്ല, പ്രവർത്തിക്കേണ്ട സമയമാണ്. വിശ്വാസം എന്നത് വെറും കാത്തിരിപ്പല്ല, അത് ദൈവം കൽപ്പിക്കുന്ന വഴിയിലേക്ക് ധൈര്യത്തോടെ കാലെടുത്ത് വയ്ക്കലാണ്. കടൽ പിളരുന്നതിന് മുൻപേ ജനം മുന്നോട്ട് നടക്കണമായിരുന്നു. വിശ്വാസത്തിൻ്റെ കാൽവെപ്പാണ് ആദ്യം, പിന്നാലെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. മോശ തൻ്റെ വടി കടലിന്മേൽ നീട്ടിയപ്പോൾ യഹോവ ശക്തിയായ കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ വേർപെടുത്തി. വെള്ളം ഇടത്തും വലത്തും മതിൽ പോലെ നിന്നു. ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിശക്തിയാണ്. പ്രകൃതിയെപ്പോലും തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന ദൈവം. അതോടൊപ്പം മേഘസ്തംഭം ഇസ്രായേൽ പാളയത്തിനും ഈജിപ്ഷ്യൻ പാളയത്തിനും ഇടയിൽ നിന്ന് ഒരു ഭാഗത്തിന് ഇരുട്ടും മറുഭാഗത്തിന് വെളിച്ചവും നൽകി. ദൈവം തൻ്റെ ജനത്തിനും ശത്രുവിനും ഇടയിൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനാണ് എന്നത് എത്ര ആശ്വാസകരമായ ചിത്രമാണ്. ഈജിപ്ഷ്യർ അതേ വഴിയിലൂടെ പിന്തുടർന്നപ്പോൾ പുലർച്ചെയാം യാമത്തിൽ യഹോവ അവരുടെ രഥങ്ങളെ തെറ്റിച്ചു. വെള്ളം തിരികെ വന്നു അവരെ മൂടിക്കളഞ്ഞു. ഒരേ കടൽ ഒരു ജനത്തിന് രക്ഷയും മറ്റൊരു ജനത്തിന് ന്യായവിധിയും ആയി. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശിനെയാണ്. അതെ, ക്രൂശ് വിശ്വസിക്കുന്നവർക്ക് രക്ഷയും നിരസിക്കുന്നവർക്ക് ന്യായവിധിയുമാണ്. അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ യഹോവ മിസ്രയീമ്യരോട് ചെയ്ത മഹാപ്രവൃത്തി കണ്ട് ജനം യഹോവയെ ഭയപ്പെട്ടു. യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. ഭയത്തിൽ തുടങ്ങിയ ഒരു യാത്ര ആരാധനയിലും ആഴമായ വിശ്വാസത്തിലും അവസാനിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ചെങ്കടലുകൾ, അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ദൈവം നമ്മെ കൂടുതൽ ആഴമുള്ള വിശ്വാസത്തിലേക്ക് നയിക്കാനുള്ള വഴികളാണ്. ഇന്ന് നിങ്ങൾ ഏത് ചെങ്കടലിന് മുന്നിലാണെങ്കിലും ദൈവം പറയുന്നു, മുന്നോട്ട് നടക്കുക, അവൻ വഴിയൊരുക്കും. സ്വർഗീയ പിതാവേ, ഭയത്തിൻ്റെയും നിരാശയുടെയും നിമിഷങ്ങളിൽ പോലും അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഞങ്ങളുടെ ജീവിതത്തിലെ ചെങ്കടലുകൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ പിന്മാറാതെ മുന്നോട്ട് നടക്കാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. അസാധ്യമായതിൽ അങ്ങയുടെ ശക്തി പ്രവർത്തിക്കുമെന്ന് ഞങ്ങളെ വിശ്വസിക്കാൻ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കുമാറാകണമേ. ആമേൻ.